എന്താടി നീ ഇവിടെ വന്നിരിക്കുന്നത്? നീ വരുന്നില്ലേ? നോക്ക്, എന്ത് ഭംഗിയാ ഇവിടെ. ഇവിടെ എങ്ങനെ ഒന്ന് താമസിച്ചാലോ എന്ന് ഓർത്തു പോവാം. ഹായ്, ആ പുള്ളിക്കുയിലിനെ കണ്ടോ? നല്ല റൊമാൻറ്റിക് മൂഡിൽ ആശാൻ കൂവുന്നത്. നമ്മളും തിരിച്ചു കൂവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് ഇഷ്ടപ്പെട്ടാൽ ആശാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ശരിക്കും? ആ, ഇല്ലെങ്കിൽ നീ നോക്കിക്കോ. രണ്ടും ഒരേ വോയിസാ. വേണ്ട, മധുന്ന് കൂവിയേ. അത് ശരിയാ. അപ്പൊ നിനക്കെന്നെ ഇഷ്ടായല്ലേ? I love you. ഇങ്ങനെ കൂവിക്കൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ ലവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് നിന്നോടല്ല, കുയിലിനോടാ. മനുഷ്യരാരും നിന്നെ പ്രേമിക്കില്ലേ? ആരാടിയത്? നീ പറഞ്ഞില്ലായിരുന്നോ? ആ കുയിലാണത്. പിന്നെന്താ, ഇറങ്ങി വാ. ഇങ്ങനെയുണ്ടോ പെൺകുട്ടികള്? പോടി, ഇപ്പോഴല്ലാതെ എപ്പോഴാണ് അടിച്ചു വിളിക്കുന്നത്? ചെന്ന് പിടിക്കടി. ഇങ്ങോട്ട് പാടി മോളെ. നീ ആരോടെങ്കിലും ഒരാളോട് ഐ ലവ് യു എന്ന് പറഞ്ഞാലേ നിന്നെ ഞങ്ങൾ വിടും. അതിന് എന്നെ കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നീ ഒരു വലിയ ഡോക്ടറാകാൻ വേണ്ടി ഇങ്ങനെ പറയിച്ചൊരു നേർച്ച ഉണ്ടായിരുന്നു. എനിക്കെന്താ? എന്തിനാ ഇങ്ങനൊക്കെ നേരം പോയത്? എന്താ, നീ വലിയ ഡോക്ടറാണോന്ന് ആഗ്രഹിച്ചു പോയത് എന്റെ തെറ്റാ? ഡോക്ടറാണോ കാര്യമില്ലേ? ഒന്ന് പറഞ്ഞേക്കടി. ഇങ്ങോട്ട് വാടി മോളെ. അങ്കിൾ, ഐ ലവ് യു. കാണുന്നവരോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നാണമില്ലേ? എടി മധു, ആരാടി അത്? മിണ്ടി പോവരുത്. പിന്നെ അവൻ തന്നെ. ഏയ്, അവിടെ നോക്ക്. ഐ ലവ് യു. എന്തിന് ഐ ലവ് യു പറഞ്ഞിട്ട് വണ്ടി നിർത്താതെ പോണത്? വണ്ടി നിർത്താൻ പറയപ്പി. ഞാൻ റെഡിയാണ് പെണ്ണേ. ചക്കരേ, ഉമ്മ 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 ഉമ്മ. എന്തിനാ പമ്മണത്? കൂട്ട് കയറ്റി വിട്. ചക്കരേ, എന്റെ മക്കളെ നിർത്താനും എനിക്ക് പ്രശ്നമല്ല. ഞാൻ പുലിയാണ് കേട്ടാ, പുലി. ഐ ലവ് യു. എന്താടി? ഹായ് ചക്കരേ, ഐ ലവ് യു. ഇപ്പൊ കാണിച്ചുതരാം, വാടി. തനിക്ക് നാണല്ലേടോ? ഞങ്ങളൊരു തമാശ പറഞ്ഞതിന് പല്ലി കാണിച്ചാൽ ഇറങ്ങിയിരിക്കാം. പോണേ അവിടുന്ന്. ഞങ്ങള് തമ്മിൽ എന്ത് ചേർച്ചയാന്ന് നോക്കിയേ. ഇവരുടെ കല്യാണം നടക്കുമോ? നീ മിണ്ടായിരിക്കും. എന്നോട് ക്ഷമിക്കണോ അങ്കിൾ, ഞങ്ങളൊരു തമാശക്ക്. ഞാനും ആദ്യം അങ്ങനെയാണ് കരുതിയത്. എന്നാ നിന്നെ പോലുള്ള ചില പിള്ളേര് വെറൈറ്റി നോക്കി എന്നെ പോലെ മുടി ധരിച്ച യുവാക്കളെ തപ്പി നടക്കണ വിവരം ലോണ്ട ലവനാണ് എന്നോട് പറഞ്ഞത്. എന്ത് ഹായ്? താൻ ഓവർ സ്മാർട്ട് ആവാൻ നോക്ക. ആരുടെ ഓവർ സ്മാർട്ട് ആയത്? നീയോ ഞാനോ? റോഡിൽ കൂടി പോകുന്നോടുള്ള ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എന്റെ വെക്കിട്ട് ഇറങ്ങുമല്ലോ. നീയൊക്കെ പെണ്ണുങ്ങളോ അതോ പെടക്കോഴികളോ? നീയൊക്കെ ഇങ്ങനെ എന്തിനു ഇറങ്ങി പുറപ്പെട്ട ഈ നാട്ടിൽ ആണുങ്ങൾ തന്നെ. ഇതെന്റെ സീറ്റാ. എന്താ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? അല്ല, ടിറ്റിക്ക് 200 രൂപ കൊടുത്ത് വാങ്ങിയതാ. ഇത് കണ്ടോ, കൺഫേം ടിക്കറ്റാ. മാറി മാറി മാറി. പേര് വേലപ്പൻ, ഏജ് 48. എന്താ ഡൗട്ടാ? അത്രയ്ക്ക് മണ്ടനാണോ ഞാൻ? എന്തിനാ സാർ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് സ്വയം പേടുന്നത്? സാർ സത്യോ സാർ, എനിക്ക് 48 വയസ്സുണ്ട്. അതിരിക്കട്ടെ സാർ, സാറിന്റെ വയസ്സ് എത്രയാ? 50. ഒന്ന് ചുമ്മാതിരി സാർ, ആൾക്കാർ കേട്ട സത്യം ഒന്നും വിചാരിക്കില്ലേ? സാറിന് ഒരു 30-35 അല്ലാതെ ആരും പറയില്ല. ആ ഇരിക്കുന്ന പെൺകുട്ടികളെല്ലാം സാറിനെ തന്നെ നോക്കുന്നത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാ ആ പെണ്ണില്ലേ സാറിനോട് ഐ ലവ് യു എന്ന് പറയാ. എന്താ ഈ ഏജ് പോരെ? ഒന്ന് ചുമ്മാ ഇടോ. ഇങ്ങനെ വെറുതെ പറഞ്ഞ അതിനെ മോഹിപ്പിക്കുന്ന എന്തിനാ? സാർ എന്റെ സീറ്റ് ഏതാ? തന്റെ സീറ്റ് പുറകിലിടോ. കാണിച്ചു തരാം. ബൈ.
ഇത് കേട്ടില്ല സർ. എന്റെ പേര് വേലപ്പെന്നാന്ന് വിശ്വസിക്കുന്നേ ഇല്ല. ഞാനും വിശ്വസിക്കുന്നില്ല. എന്താ സർ? വേലപ്പൻ എന്റെ അനിയനാ. അവൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് തനിക്ക് വിറ്റതായിരിക്കും. ഓളവടിയൊക്കെ ഇറങ്ങിയിരിക്കുന്നു. വടി കൊടുത്തുള്ള അടിയാ. എന്താ എന്ത് പറ്റിയടി? ഒന്ന് വന്നേ. എങ്ങോട്ടടി? വാ. എവിടെ പോന്നെ? എടി നമ്മുടെ ടിക്കറ്റും ക്യാഷ് ഇരുന്ന ബാഗ് മിസ്സായിടി. ഇടിയ വേലപ്പിനെ നമുക്ക് പരിചയമില്ലേ? അവനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? നോ. ഏയ് ഒരു കുഴപ്പമില്ല. നീ വേഗം ചെന്ന് വിളിച്ചിട്ട് വാ. വേഗം. ഇങ്ങ വാ. ഇത്രക്ക് ഫാസ്റ്റാ? സർ, ഞങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമോ? അവർക്ക് മലയാളം ശരിക്കും അറിയില്ല സർ. സർ, ഞങ്ങളുടെ ടിക്കറ്റ് മിസ്സായി സർ. ഞങ്ങളെ ടിറ്റിയിൽ നിന്ന് ഒന്ന് രക്ഷിക്കാമോ സർ? പ്ലീസ് സർ, പ്ലീസ് സർ. ശരി. ഹലോ, തന്റെ പേരെന്താ? അത് താനെന്തിനാ അറിയുന്നേ? ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ സഹായിക്കുന്നത്. പ്ലീസ് സർ, സ്റ്റോപ്പ് ഇറ്റ്. കാന്തമ്മ. കാന്തമ്മയോ? തന്റെ പേര് വേലപ്പനെന്നാവെങ്കിൽ എന്റെ പേര് കാന്തമ്മ എന്നായിക്കൂടെ? ഓഹോ, അപ്പൊ തന്റെ പേരോ? ചെല്ലമ്മ, തന്റെ രത്നമ്മ, തങ്കമ്മ, സതിയമ്മ, കണ്ണമ്മ, ശാന്തമ്മ. താൻ പഞ്ചാബി അല്ലേ? ശാന്തമ്മ സിംഗ്. ഓഹോ. ഓളമാസ്, ഗോ ടു ദ ബാത്റൂം. പറഞ്ഞ കേൾക്ക്. ഗോ. ഞങ്ങളെ ബാത്റൂമിൽ കിട്ടിയത് തന്റെ ഡാൻസ് കളിക്കാനാണോ? വാതില് തുറന്നേ. കാലൊന്ന് മാറ്റി. ദേ കിടക്കുന്നു സാധനം. വേലപ്പൻ പൊട്ടിയിട്ടാ. യെസ് സർ. ഓക്കെ, കാരി ഓൺ. കണ്ടോ, ഞാൻ ഹാൻഡിൽ ചെയ്ത് കണ്ടോ? പോയിട്ട് പിന്നെയും വന്നാലോ? അപ്പൊ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. അതെങ്ങനെയാ? ഞങ്ങളുടെ ടിക്കറ്റ് മിസ്സായ ആ ബാഗിലല്ലേ? ആ ബാഗ് ഇത് തന്നെയാണോ നോക്കി? പിസ്സ സ്പോട്ട്. സർ നമസ്തേ സർ. സർ ഗുഡ് മോർണിംഗ് സർ. ഇനി കോങ്കണ്ണോ മറ്റോ ആയിരിക്കും. സർ ഗുഡ് മോർണിംഗ് സർ. അല്ല സാറ്. അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നോ? എന്താടോ? സർ എന്റെ പേര് പണ്ണിയെന്ന സർ. ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ് സർ. നിന്റെ പേര് പറയാനാ നീ വയനാട്ടിൽ നിന്ന് വന്നേ? റെക്കമെൻഡേഷനാ? എത്രയും ബഹുമാനപ്പെട്ട ഗോവിന്ദ സാറിന് നമസ്കാരം. അങ്ങനെ പറയൂന്ന് നീ വിചാരിച്ചോ? ഒറ്റ കീറി വെച്ച് തന്നോട്ടല്ലേ നിന്റെ ബോന്തയുടെ ഷേപ്പ് മാറിപ്പോവും. അറിയാവുന്ന നിനക്കെന്നെ. ആ നത്തിന്റെ കൂട്ടുള്ള കണ്ണിങ്ങനെ തുറന്നു പിടിച്ച് നീ ആരെ പേടിപ്പിക്കാൻ നോക്കോടാ? കുത്തി പൊട്ടിച്ച് കളയും. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ പയ്യൻ വളരെ നല്ലവനാ. ഈ വീട്ടിൽ നിന്ന് അവൻ വളർന്നത്. തന്തയും തള്ളയും ആരുമില്ല. എത്ര വേണേലും പഠിച്ചോളാം ഞാൻ പറഞ്ഞതാ. ഉദ്യോഗം ഉടനെ കിട്ടിയാലേ ഒക്കൂന്ന് ഒരേ നിർബന്ധത്തിലവൻ. അവന് നീ ഒരു നല്ല ജോലി കൊടുത്തേക്ക്. എടാ, ഞാൻ അവനോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നതുകൊണ്ട് സന്തോഷത്തോടെ അവൻ നിന്നെ ഒരു നോട്ടമുണ്ട്. സ്റ്റൈലായിട്ടൊന്ന് ചിരിച്ചേക്കണം. ഇപ്പൊ അവരൊരു ചോദ്യം ചോദിക്കും കേട്ടോ. ആ ഇരടം കേട്ടോ ഇപ്പോഴുണ്ടോടാ? സാർ അവൻ കാരണം എന്റെ ജീവിതം എത്ര നാശമായി പോയത്. പഠിക്കാൻ പോയ കാലത്ത് എന്നെ റോഡിലൂടെ തേരാപ്പാര വായി നോക്കി നടത്തി പിച്ചച്ചട്ടി എടുപ്പിച്ചു. സാർ വളരെ കഷ്ടപ്പെട്ട ഞാൻ ഇത്രയെങ്കിലും ആയത്. ആ ദരിദ്രവാസിയുടെ റെക്കമെൻഡേഷനുമായി വന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നേനെ. അവന്റെ കത്തും കൊണ്ട് വന്നതുകൊണ്ട് നിനക്കിവിടെ ജോലിയില്ല, കൂലിയില്ല. ഗെറ്റ് ഔട്ട്. സർ പ്ലീസ് സർ. ഗെറ്റ് ഔട്ട്. സർ പ്ലീസ്. ബിസിനസ് ഇല്ല, ഒരു പുണ്ണാക്കുമില്ല. ഓരോന്ന് കയറി വന്നോളൂ. ഇനി എന്ത് ചെയ്യും? എന്താടാ? എന്താ ഒരു ശബ്ദം കേട്ടത്? എനിക്കൊന്നും അറിയില്ല സാർ, മെഡിക്കൽ കോളേജിലെ പിള്ളേർ പിന്നെ വന്നിരിക്കുക. കസ്റ്റമേഴ്സിന് ശല്യം ചെയ്യുന്ന പറഞ്ഞപ്പോ എന്നെയും തല്ലി. പരിസരിക്കടവ് മുത്തപ്പ, ഇവന്മാരുടെ ശല്യം കൂടി വരികയാണല്ലോ. സാർ ഇവന്മാരുടെ ശല്യം ഞാൻ തീർത്തുതരാം. റെക്കമെൻഡേഷൻ നോക്കി സാർ ജോലി ഒന്നില്ല. എന്റെ ടാലന്റ് ഇടയിൽ സാർ ജോലി ചെയ്തു. ടാലന്റാ? അതെന്തുവാടേ? തെറി കേൾക്കാതിരിക്കാനാണോടാ? നോ മ്യൂസിക് സാർ. ബേസിക്കലി മ്യൂസിക് ഇട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. മ്യൂസിക് ഇട്ടാ ഫൈറ്റ് എങ്ങനെ ചെയ്യും? നോക്കിക്കോ സാർ. എന്തടാ ദാദാ പീസ് എടുക്ക.